JNU തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് ABVP ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ ABVPയുടെ വൈഭവ് മീണയ്ക്ക് വിജയം. ആകെയുള്ള 42 കൗൺസിലർ സീറ്റുകളിൽ 24 സീറ്റിലും ABVP വിജയിച്ചു. ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയാണ് ABVPയുടെ വിജയം. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ABVPയുടെ മിന്നും വിജയം, വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, JNU എന്നത് പൊതുവെ നമുക്കറിയാം ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. എന്നാൽ ഈ ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുള്ള വലിയ പടയോട്ടമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇപ്പോൾ JNU ക്യാമ്പസിൽ നടത്തിയിരിക്കുന്നത്. സെൻട്രൽ പാനൽ സീറ്റുകളിൽ ജോയിന്റ് സെക്രട്ടറി സീറ്റിലേക്ക് BJPയുടെ വൈഭവ് മീണ വിജയിച്ചിരിക്കുന്നു. ഈ വിദ്യാർത്ഥി രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വനവാസി കുടുംബത്തിൽ നിന്നുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് വൈഭവ് വീണ. ഇദ്ദേഹമാണ് ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി സീറ്റിലേക്ക് വിജയിച്ചിരിക്കുന്നത്. 2015 സൗരവ് ശർമ്മയാണ് ഏറ്റവും അവസാനമായി ഈ സെൻട്രൽ പാനലിൽ ABVPയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അതിനു മുൻപ് 2001 വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ്, ഏതാണ്ട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ABVP സെൻട്രൽ പാനലിലെ ഒരു പ്രധാനപ്പെട്ട സീറ്റിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ കൗൺസിലർ സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 42 കൗൺസിലർ സീറ്റുകളിൽ 24 ABVP വിജയിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത്. കാരണം ഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകൾ ABVP ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ചിരിക്കുന്നു. 42-ൽ 24 വിജയിച്ചിരിക്കുന്നു. ഇതിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ നേടിയിട്ടുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ 5 കൗൺസിലർ സീറ്റുകളിൽ 2 ABVP വിജയിച്ചിരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ABVP വിജയിക്കുന്നത്. കാരണം ഇത് പരമ്പരാഗതമായി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ഐസയ്ക്കും SFIക്കും AISFനും ഒക്കെയാണ് ഇവിടെ പരമ്പരാഗതമായി സ്വാധീനമുള്ളത്. ABVPക്ക് അവിടെയൊക്കെ കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത ഡിപ്പാർട്ട്മെന്റാണ് ഈ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്. അവിടെ 2 സീറ്റുകളിൽ 25 വർഷങ്ങൾക്ക് ശേഷം ABVP വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇടത് കോട്ടയായ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ 2 സീറ്റുകളിൽ ABVP കൗൺസിലർ സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. സ്കൂൾ ഓഫ് സംസ്കൃതിൽ ആകെയുള്ള 3-ൽ 3-ഉം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ആകെയുള്ള 4-ൽ 4 കൗൺസിലർ സീറ്റുകളും ABVP വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് JNUവിൽ ഒരു കാവി പടയോട്ടം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് നടത്തുകയാണ്. അതോടൊപ്പമാണ് ഈ സെൻട്രൽ പാനലിലെ 4-ൽ 3 സീറ്റുകൾ 4-ൽ ജോയിന്റ് സെക്രട്ടറി സീറ്റും ABVPയുടെ വൈഭവ് മീണ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും JNU പൂർണ്ണമായും മാറുന്നു, അത് ചുവപ്പ് മാറി കാവിയാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാത്രിയിൽ ക്യാമ്പസിൽ ആഘോഷ പ്രകടനങ്ങളുണ്ട്. ഇന്നിനിയും കുറച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷം ഒരുപക്ഷെ വിദ്യാർത്ഥികൾ പ്രകടനങ്ങളും മറ്റും നടത്തി വീണ്ടും രംഗത്തേക്ക് എത്തും. എന്തായാലും ABVPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മുന്നേറ്റമാണ്. കാരണം ഡൽഹിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെയും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ക്യാമ്പസുകളും ABVPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. DU നമുക്കറിയാം, അതോടൊപ്പം തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെ ABVPക്ക് പരമ്പരാഗതമായി വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഈ JNU വർഷങ്ങളായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അതിൻ്റെ മാറ്റമുണ്ടായിരുന്നു. പക്ഷേ ABVPയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ ഇടത് സംഘടനകൾ പരസ്പര ധാരണയിലാണ് മത്സരിച്ചിരുന്നത്. എന്നാൽ ഈ തവണ ആ പരസ്പര ധാരണയൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം വിദ്യാർത്ഥി പരിഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം നോക്കിക്കാണേണ്ട മറ്റൊരു ഘടകം SFIക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. SFIക്ക് ഈ സെൻട്രൽ പാനലിൽ ഒരു സീറ്റിൽ പോലും SFI വിജയിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. മറ്റ് ഇടത് സംഘടനകൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും SFIക്ക് 4 സെൻട്രൽ സീറ്റുകളിൽ ഒരിടത്ത് പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കൗൺസിലർ സീറ്റുകളിലും കാര്യമായൊരു മുന്നേറ്റം SFIക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ. ഓക്കെ.